ഇന്നിപ്പോൾ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള മാപ്പിള പാട്ടുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പോപ്പിലേക്ക് പോയില്ലേ, ഇത് അതിൻ്റെ പ്രോഗ്രാമിംഗ് സ്റ്റൈൽ മുഴുവൻ അല്ലേ. അപ്പോൾ ആളുകൾക്ക് അത് സ്വീകാര്യതയാണ്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാ കലകളും ആവശ്യപ്പെടുന്നത് അനിവാര്യമാണ്. കാലാനുസൃത മാറ്റങ്ങൾ ആസ്വാദകർക്ക് സംഗീതത്തിൽ നിർബന്ധമായിട്ടു മാറ്റാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കാൻ ഇത് പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിന്റെ വേദമൊന്നും അല്ലല്ലോ. ഇതൊരു കലയാണ്. തീർച്ചയായിട്ടും ആ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നത്, അല്ലാണ്ട് ഒന്നിനെ പിന്തുടരല്ല. ഷാഫി, താജുദ്ദീൻ വടകര, നിങ്ങൾ കുറച്ച് പേരുടെ ഒരു വലിയ സക്സസ് സമയം, അപ്പം ആ സ്റ്റാർട്ടിങ് സമയമുണ്ട്, ഇപ്പോൾ ദിൽഹേ ഫാത്തിമ, ആ ഒരു സമയം കഴിഞ്ഞ് അതിനെ പിന്തുടർന്ന് കെട്ടുകണക്കിന് മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള ആൽബംസ്, മാപ്പിള സോങ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെ നമ്മൾ കേൾക്കുമ്പോൾ അറിയാമല്ലോ, വാക്കുകൾ വരികൾ കേൾക്കുമ്പം അറിയാം നമുക്കിത് ആരായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. ഇപ്പം അതല്ലാതെ കുറച്ച് പർട്ടിക്കുലർ, ഇപ്പം ചക്രമുത്ത്, മണിമുത്ത്, അങ്ങനെ കുറേ വാക്കുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഇതിൻ്റെ വരികളുടെ, എനിക്ക് സംഗീതത്തെ പറ്റി അത്ര നോളജ് ഇല്ല, പക്ഷേ ഈ ഒരു മീറ്റർ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് വരികളുള്ള ഒരുപാട് സോങ്ങുകളുടെ കുത്തൊഴുക്കുകൾ വന്നു. അപ്പം അങ്ങനെ ആ ഒരു കാറ്റഗറി വന്നപ്പോൾ ആൾക്കാർ തന്നെ എന്താണ് ഒരുപാട് നിങ്ങളുടെ പാട്ടുകൾ മാറി ഇതെല്ലാം ഒരുമിച്ച് കണ്ട് അതിൻ്റെ ഒരു ലെവൽ താഴെ പോകുന്ന രീതിയിലേക്ക് ഒരു സമയത്ത് എത്തിയിരുന്നു. ഞാൻ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ഇത് കുറേ കഴിയുമ്പോൾ തട്ടിക്കൂട്ടി വരികൾ എഴുതി അങ്ങനത്തെ നിങ്ങളെ പിന്തുടർന്നാണ് ഈ പാട്ടുകളൊക്കെ വന്നത്. ഇതിൻ്റെ ഒരു സ്വീകാര്യത ഈ ഒരു ഇൻസിഡൻ്റൊക്കെ കുറച്ചൊക്കെ ഒന്നും മങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എൻ്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. അല്ലല്ല, എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, തുടക്കത്തിലേ മനസ്സിലായി. രണ്ട് തരം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. രണ്ട് തരം ആളുകളാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഞാൻ ആവേശ് കുമാറുകൾ എന്നൊക്കെ പറയുന്ന മാതിരി ഊതി തീർക്കൽ ആൾക്കാർ ഇതൊരു എളുപ്പം മീഡിയ ആക്കി മാറ്റി. ഗൾഫിൽ നിന്ന് ഒരാൾ വരുന്നു, അപ്പോൾ അവനെ പ്രൊഡ്യൂസറാക്കുന്നു. അപ്പോൾ അവൻ പ്രൊഡ്യൂസറാകുന്നതിൻ്റെ ഉള്ളിൽ വേറെ കുറേ ഉദ്ദേശങ്ങളുണ്ട്. ഇതിൻ്റെ വീഡിയോ ചിത്രീകരണ വേളയിൽ കുറച്ച് പെൺകുട്ടികളെ കാണാം, പറ്റിയാൽ അവരൊരു ബന്ധം സ്ഥാപിക്കാം, അതിന് അഭിനയ സാധ്യത വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ പൂതി തീർക്കൽ കുറച്ച് ടീം ഇറങ്ങി. ഇതിനെ തടയിടാനോ അല്ലെങ്കിൽ ഇതിന് ഇങ്ങനത്തെ ചിട്ടവട്ടകളോ ഒന്നും ഇല്ലല്ലോ, അല്ലെങ്കിൽ ഒരു സംഘടിതമായ സംഘടന അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തിയപ്പോൾ തന്നെ ഞാനീ പറഞ്ഞ രണ്ടാമത്തെ, ഇപ്പോൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാറ്റഗറി ടീം അതിൻ്റെ ഇടയിലും വന്ന് അലമ്പുണ്ടാക്കി. തടയിട്ടതല്ല, അവരിതിനകത്ത് കയറി ഇരുന്നുകൊണ്ട് തന്നെ ഇതിനെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. രണ്ടാമത്തെ ടീമാണ് പോയ്സൺ. മറ്റൊരു പൂതി തീർത്തതാണ്. അവരൊന്നോ രണ്ടോ വർക്ക് ചെയ്തോ അവരൊക്കെ പോയി ബഹളത്തിൽ. ശല്യമില്ല, കുറച്ച് കോമഡി നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പം നമ്മളെ കാണുമ്പോൾ ശരിക്കും ഞാനും ആൽബംകാരനാന്ന് പറയുമ്പോൾ ഓക്കേടാ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുകയും ചെയ്യും. അവരെ കൊണ്ട് ഉപദ്രവമില്ല, അവർ പൂതി തീർത്തവരാണ്. രണ്ടാമത്തവന്മാരാണ് വിഷം എന്ന് പറഞ്ഞാൽ, ഇങ്ങനൊരു മീഡിയ സിനിമയ്ക്കൊക്കെ സമാന്തരമായിട്ട് ഇങ്ങനെ വന്നിട്ട് ചെറിയ ബഡ്ജറ്റിൽ വലിയ ഓഡിയൻസിനെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിൻ്റെ പിന്നെ എന്താ പറയേണ്ട ആളുകളായിട്ട്, ഹീറോസായിട്ട് നമ്മളെപ്പോലെ കുറച്ച് ആളുകളെ ഇവർക്ക് പ്രിയപ്പെട്ട അവരുടെ വീട്ടിലെ എല്ലാ ചടങ്ങുകൾക്കും അവരെ ക്ലബിൻ്റെ പരിപാടിക്കും ഉത്സവ പരിപാടിക്ക് വരെ നമ്മൾ വിളിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. മറ്റവൻ്റെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവരെ അന്നം മുടങ്ങാൻ തുടങ്ങി. വളരെ സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ച് അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്, ഇതൊരു ഊഹാഭോഹങ്ങളൊന്നല്ല. അപ്പോൾ ഇതിനെ തനിക്കാക്കി വടക്കാക്കുക എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും കുറച്ച് ആൽബങ്ങൾ ചെയ്യുന്നു എന്ന വ്യാജേന ഇവരിതിൻ്റെ അകത്ത് കടന്നുകൂടി കരുതിക്കൂട്ടി നശിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സാധനങ്ങളെ കോമഡി വൽക്കരിച്ചും അശ്ലീലങ്ങൾ കലർത്തിയും ഒക്കെ ഇതിനെ താഴോട്ട് കൊണ്ടുവരാൻ. അതിൽ ഡയറക്ടേഴ്സിന് പങ്കുണ്ട്. അതായത് നല്ലപോലെ കുടുംബങ്ങൾ ഇരുന്ന് ആസ്വദിച്ച നല്ല കഥകൾ പോകുന്നിടത്തിൽ മസാല ചേർത്തുള്ള ആൽബങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. മനസ്സിലായി? നടിമാർക്ക് തുണിയൊക്കെ കുറച്ചിട്ടുള്ള കുറച്ച് ആൽബങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഡയറക്ടർക്ക്, എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ഡയറക്ടർമാർക്ക് പങ്കുണ്ട്, പ്രൊഡ്യൂസർമാർക്ക് പങ്കുണ്ട്, കലാകാരന്മാർക്ക് നല്ല പങ്കുണ്ട്. അസൂയ മൂത്ത് പ്രാന്തായിട്ട് അത് ഒരു കോക്കസാണ്. അവരിപ്പോൾ രണ്ടാമത് ഈ ജനറേഷൻ ആൽബങ്ങളെ സ്വീകരിച്ചു തുടങ്ങിയപ്പോൾ ഇപ്പം അണിയറയിൽ പണി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്ന് പഴയ പോലെയല്ല, ഓഡിയൻസിന് നല്ല വിവരം വെച്ച് തുടങ്ങി. ക്വാളിറ്റി ഉള്ള സാധനം ഏതാണെന്നറിയാനും, പിന്നെ നമ്മൾ ആ കാലത്തെ ആളുകളുടെ മൈൻഡിൽ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവർ കൊള്ളാം എന്നുള്ള ലെവലിൽ സ്റ്റാമ്പ് ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അന്ന് അതിനെ
അസൂയ കൊണ്ട് പൈങ്കിളിയാന്ന് പറഞ്ഞ അവൻ ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അവൻ്റെ അഭിപ്രായം എനിക്ക് ചെയ്യാമെന്നാൾ വരെ മാറാൻ പോകുന്നില്ല. ഇനി അവൻ്റെ പുറയുള്ള കുട്ടികൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ അന്തസ്സോടെ നെഞ്ചും പിരിച്ച് നിന്ന് ഞാൻ പറഞ്ഞു, ഇതേ ചോദ്യം നമ്മുടെ MP ഷാഫി ഇങ്ങനെ പറയായിരുന്നു. കാലം കടന്നും ഷാഫിഖാൻ്റെ പാട്ടുകൾ ഇങ്ങനെ ആളുകൾ എടുത്ത് പാടുന്നുണ്ടെങ്കിൽ അത് ചെറിയ സ്ട്രഗിളൊന്നല്ല അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടാവുക, എഫേർട്ട് ഭയങ്കര അങ്ങനെ പറഞ്ഞപ്പം മറുപടി പോലെ ഞാനിങ്ങനെ പറയായിരുന്നു, എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങൾ ഇതിനെ ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആവേശം പുറത്തോ ലഹരിപ്പുറത്തോ ഒന്നുമല്ല. വളരെ ആലോചിച്ച് ചിന്തിച്ച് അർപ്പണബോധത്തോടു കൂടി നമുക്ക് ചോറ് തരുന്നൊരു മേഖലയും കൂടിയായി ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയ അവരോടുള്ള ഉത്തരവാദിത്വം, നാടിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നൊരു കലാകാരനാന്നുള്ള ബോധം. കാരണം തിരിച്ച് നാട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ നീ എന്താ നമ്മളെ നാട്ടിനെ പറയിപ്പിക്കുന്നതെന്ന് ഇന്ന് വരെ ഒരു കൊയിലാണ്ടി കൊല്ലത്തുനിന്ന് എന്നോടൊരുത്തരും ചോദിച്ചിട്ടില്ല. കാരണം അതിനുള്ള വകുപ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പേഴ്സണലി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, അത് അവരെ നാട്ടുകാരോട് ചോദിക്കണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മളെ പേര് സ്റ്റാമ്പ് ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്ന് പറിച്ച് കളയാൻ ഇപ്പോൾ രണ്ടാമത് കച്ച കെട്ടിയല്ലേ, ഇനി മൂന്നാമത് കച്ച കെട്ടി ഇവർ വന്നിട്ടും കാര്യമില്ല. കാരണം അവരൊക്കെ പാരമ്പര്യം ഇത് ആസ്വദിക്കാൻ തുടങ്ങി. അതാണ് അവർക്കുള്ള കാലം കൊടുത്ത മറുപടി. അത് ഞാനന്ന് പറഞ്ഞു, നിൻ്റെയൊക്കെ പേരക്കുട്ടികൾ ഇന്നിരുന്ന് നമ്മൾ പാട്ട് കേൾക്കുന്നുണ്ട്, അന്ന് ഈ പൈങ്കിളി പാട്ട് എന്ന് പറഞ്ഞു. ഇപ്പം പണ്ട് ഞാൻ പല ഇൻ്റർവ്യൂസിലും കേട്ടിട്ടുണ്ട്, ഇപ്പം ബണ്ണ് ചൂടുവെള്ളത്തിൽ മുക്കി കഴിച്ച് വിശപ്പടക്കി പഴയ തുടക്കകാലം. ആ തുടക്കകാലത്തെ സ്ട്രഗിളിൽ നിന്ന് പിന്നീടൊന്ന് എസ്റ്റാബ്ലിഷ് ആവുന്നു, സ്വന്തം ഇരിക്കാനൊരു കസേര കിട്ടുന്ന സ്റ്റേജിലേക്ക് എത്തുന്നു കരിയർ. അതൊന്ന് റിലാക്സ് ആയി എസ്റ്റാബ്ലിഷ് ആയി നമ്മൾ ആ സ്ട്രഗിളിങ് സ്റ്റേജിൽ നിന്നൊക്കെ മാറി. പിന്നീട് ഒരു 3-4 വർഷം പല കാരണങ്ങൾ കൊണ്ടും ഈ ഒരു മേഖല ഡൗൺ ആയി പോകുന്നു. ഈ സമയത്ത് വീണ്ടും ഇങ്ങനൊരു തിരിച്ചുവരവ് വരുന്നു. ഇപ്പൊ റീ എൻട്രി എനിക്ക് തോന്നുന്നു സ്റ്റാർ മാജിക് സമയമൊക്കെ ആയിരിക്കും തോന്നുന്നു അല്ലേ? ഇങ്ങനൊരു തിരിച്ചുവരവ് ഉണ്ടാകും, ഈ ഒരു മേഖലയിൽ വീണ്ടും പാട്ടുകൾ ഉണ്ടാവും. ആ ഒരു സ്ട്രഗ്ലിംഗ് വീണ്ടും രണ്ടാമത് വന്ന ആ ഒരു ഗ്യാപ്പ് സമയത്തൊക്കെ എന്തായിരുന്നു മനസ്സിലെ ചിന്ത, എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ ചെയ്ത് പറഞ്ഞുതരാം. ഗ്യാപ്പുള്ള, അതായത് നമുക്ക് CD മാർക്കറ്റിംഗ് കാര്യങ്ങളും അല്ലെങ്കിൽ CD മേക്കുന്ന പ്രൊഡ്യൂസേഴ്സൊന്നും ഇല്ലാതായി. കമ്പനികളെല്ലാം പല കടകളൊക്കെ അടിച്ചു പൂട്ടിയല്ലോ. പലരും വേറെ മേഖലയിലേക്ക് തിരിഞ്ഞു. മാർക്കറ്റിംഗ് കമ്പനികളിലെ മേക്കിംഗ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ സീരിയലിനും സിനിമക്കൊക്കെ പിന്നാലെ പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും. നമ്മളെ പഴയ ആൽബമൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്യാത്ത ആൽബം ഒന്നും ചെയ്തു പറയാം, ഇപ്പം ചെയ്തിട്ടൊരു കാര്യമില്ല എന്ന് പറയും. ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ പാട്ടുകളൊക്കെ നമ്മൾ വലിയ പൈസ വാങ്ങാതെ കല്യാണ പരിപാടിക്ക് അതിന് നിന്നൊക്കെ പോയിട്ട് വേറെ ട്രെൻഡിങ് ആയ പാട്ടൊന്നും പാടാൻ നിന്നില്ല. ഈ സ്റ്റാർ മാജിക്കിലടക്കം ഞാൻ എത്തിയിട്ട് ഞാൻ ചെയ്തത് എന്താണ്, അവിടെയും നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള വർക്കുകളെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നു. തല്ലുമലയിൽ അവസരം കിട്ടിയപ്പോൾ വേഗം അതിനകത്തും നമ്മൾ രണ്ടാമത് കൊണ്ടുവന്നു. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ സൂര്യക മനസ്സിൽ സലീമിൻ്റെ പാട്ട് വന്നു. അങ്ങനെ തുടർന്നങ്ങ് പോയത്. കാരണം ഞാൻ അപ്പോഴും നെഞ്ചോട് ചേർത്ത് എൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ എൻ്റെ വർക്കിനെ പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നപ്പോഴാണ് ഏറ്റവും വലിയ പണിയായത്. അത് ഭയങ്കര ഭീകരമായ പണിയായിപ്പോയി. ആ സമയത്ത് 800 രൂപ ദിവസക്കൂലിക്ക് മറ്റേ ഇവിടെ പോയി ടെക്സ്റ്റൈൽസിൽ എൻ്റെ സുഹൃത്തിൻ്റെ. പിന്നെ അപ്പോൾ ഒരുത്തൻ വന്ന് ഞാനിതൊക്കെ ചുരിദാറൊക്കെ മടക്കി വെക്കുന്നത് അറിയാവുന്ന പണിയാണ്, പണിക്ക് പോകണ്ടേ കുട്ടികൾ. അല്ലാതെ മറ്റുള്ളവനോട് വിളിച്ചിട്ട് എടാ വർക്കൊക്കെ കുറവാണ്, നീ ഒരു 5000 രൂപ അയക്കെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് ആ ശീലമേ ഇല്ല. ഞാൻ പണിക്ക് പോകണം, നമുക്ക് ആഫിയത്തുണ്ടല്ലോ, ആരോഗ്യമില്ലേ, പിന്നെന്താ പ്രശ്നം? അപ്പോൾ അത് അന്തസ്സോട് കൂടിയാണ് പറയുന്നത്. അതൊരു തകർച്ചയായിട്ടോ ഇതൊന്നായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ ഇതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു ചങ്ങായി വന്നിട്ട് ഭയങ്കര നമ്മളെ പാട്ടിന് ഭയങ്കര ആരാധനയോടെ കാണുന്നവരൊക്കെ ഉണ്ടാവും. ഒളിച്ച് നിന്ന് ഞാനിത് മടക്കുന്നത് അതിലൂടെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് ഞാൻ അവനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ സുഹൃത്തുക്കൾ ഗൾഫിലുള്ളവരൊക്കെ വിളിച്ച് നീ എന്ത് പണിയാണ് കാണിച്ച്, നീ അങ്ങനെ പോവാൻ. ഞാൻ ചോദിച്ചു ഞാൻ പോയാൽ എന്താ മഹാരാജാവോ? ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ പണ്ടും പണിക്ക് പോയിട്ടുണ്ട്, നാളെ ഇതില്ലാണ്ടായാലും ഞാൻ വേറെ പണിക്ക് പോകണ്ടേ. അപ്പോൾ കൊറോണ കാലത്ത് മാത്രമാണ് നമ്മൾ അങ്ങനെ പെട്ടിട്ടുള്ളൂ. മറ്റേ CD വീണന ഇല്ലാതായതോടുകൂടി നമുക്ക് വർക്കില്ല എന്നേ ഉള്ളൂ. ഇതുണ്ട്, ഗാനമേളകളുണ്ട്, കല്യാണ പരിപാടി എപ്പോഴും ഉണ്ട്.